നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് മണ്ഡലം പട്ടയമേളയിൽ 153 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4,09,995 കുടുംബങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കി. റവന്യൂ നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് ഉപകാരപ്പെടുന്നതിന് ഉപയോഗിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കണ്ണൂർ ജില്ലയിലെ മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. തൃശൂർ RDO ഓഫീസിന് ISO സർട്ടിഫിക്കേഷൻ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ 4,09,995 കുടുംബങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കാൻ സർക്കാരിനായെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പട്ടയ വിതരണത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് സർക്കാർ നടത്തിയത്. പട്ടയ മിഷൻ എന്ന ചരിത്രപ്രധാനമായ തീരുമാനമെടുക്കുകയാണ് സർക്കാർ ചെയ്തത്. സംസ്ഥാനത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി പട്ടയ അസംബ്ലികൾ നടത്തി. പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് പ്രത്യേകം റവന്യൂ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. പട്ടയ ഡാഷ്ബോർഡ് ഉണ്ടാക്കി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് സംസ്ഥാനത്തെ ഭൂരഹിതരായ ജനങ്ങളെ ഭൂമിക്ക് അവകാശികളാക്കിയത്. സംസ്ഥാനത്തെ 8 ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റൽ സർവേ നടത്തി. ശേഷിക്കുന്ന ഭൂമി കൂടി സർവേ നടത്തി സംസ്ഥാനത്തെ 28 ലക്ഷം ഹെക്ടർ റവന്യൂ ഭൂമിയും ഡിജിറ്റലായി രേഖപ്പെടുത്തി സംരക്ഷിക്കും. അർഹരായ മനുഷ്യരുടെ കൈകളിൽ ഭൂമി എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താലൂക്ക് ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ചത്. കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം മറികടന്ന് അനധികൃതമായ ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരുടെ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് നൽകണം എന്നതാണ് സർക്കാരിൻ്റെ നയം. ഇതിനാണ് സംസ്ഥാനത്തെ 78 താലൂക്കുകളിൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ചത്. കെട്ടിക്കിടക്കുന്ന ഭൂമി സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യാൻ 4 സോണൽ ലാൻഡ് ബോർഡുകൾ രൂപീകരിച്ചതും വലിയ മാറ്റം കൊണ്ടുവന്നു. യുണീക്ക് തണ്ടപ്പേർ നടപ്പാക്കിയതും ചരിത്രപരമായ നീക്കമായിരുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട 16ഓളം തരത്തിലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ എൻ്റെ ഭൂമി എന്ന പോർട്ടൽ, ഡിജിറ്റൽ റവന്യൂ കാർഡ് തുടങ്ങിയ സേവനങ്ങൾ റവന്യൂ വകുപ്പ് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. കൂത്തുപറമ്പ് ലാൻഡ് ട്രൈബ്യൂണൽ അനുവദിച്ച 151 പട്ടയങ്ങളും തലശ്ശേരി റവന്യൂ റിക്കവറി തഹസിൽദാർ അനുവദിച്ച 2 പട്ടയങ്ങളും ഉൾപ്പെടെ 153 പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത്. KP മോഹൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ V. സുജാത ടീച്ചർ, വൈസ് ചെയർമാൻ V. രാമകൃഷ്ണൻ മാസ്റ്റർ, പാനൂർ മുനിസിപ്പൽ ചെയർമാൻ KP ഹാഷിം, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് RR ഷീല, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജീവൻ, മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ, പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ, കൂത്തുപറമ്പ് മുനിസിപ്പൽ കൗൺസിലർ R. ഹേമലത, LR ഡെപ്യൂട്ടി കളക്ടർ ലത, മറ്റുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാരന് സഹായകമാകുന്ന വിധത്തിൽ ജീവനക്കാർ കൈകാര്യം ചെയ്യണമെന്നും നിയമങ്ങളിലെ കുരുക്കുകൾ കാട്ടി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് കെട്ടിടവും ജില്ലാതല പട്ടയമേളയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറും. 2026 ജനുവരി മാസത്തോടെ കേരളത്തിലെ കുടിയാന്മാരുടെ പരാതികളും പ്രശ്നങ്ങളും പൂർണ്ണമായും തീർത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. യുണീക്ക് തണ്ടപ്പേർ സംവിധാനം അവതരിപ്പിച്ചതോടെ വസ്തു വാങ്ങുന്ന ഉടമസ്ഥന്റെ ആധാറും തണ്ടപ്പേരും ലിങ്ക് ചെയ്യുകയാണ്. അതോടെ 15 ഏക്കറിലധികം ഭൂമി കൈവശമുള്ളവരെ എളുപ്പം കണ്ടെത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പട്ടയമേളയിൽ വിതരണം ചെയ്യുന്ന 1503 പട്ടയങ്ങളിൽ 154 പട്ടയങ്ങൾ 1970 മുതൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കുറക വിഭാഗം ജനങ്ങൾക്കുള്ളതാണെന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സമയബന്ധിതമായി ഏൽപ്പിച്ചതിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി പ്രവർത്തിച്ച ജില്ലാ കളക്ടറെ മന്ത്രി പ്രശംസിച്ചു. ഓപ്പറേഷൻ സ്മൈലിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിച്ചു. ജില്ലയിലെ പരമാവധി അതിദരിദ്ര കുടുംബങ്ങൾക്കും പട്ടയം നൽകാൻ സാധിച്ചു. ഭൂമി ഉപയോഗിക്കുന്നവൻ്റെ നികുതി അടയ്ക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്നും നികുതി ഭൂമി ഉപയോഗിക്കാനുള്ള ഒരാളുടെ അവകാശത്തിന് കൊടുക്കുന്ന ടാക്സ് ആണെന്നും നികുതി അടയ്ക്കാനുള്ള അവകാശം ടൈറ്റിലിൻ്റെ അവകാശമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകുന്ന പട്ടയം സർക്കാരിൻ്റെ ഓണസമ്മാനമാണെന്നും ഓണനിലാവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അവർക്ക് ലഭിക്കുന്ന പട്ടയം കാവ്യനീതിയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു.
ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യമായി പങ്കെടുക്കുകയായിരുന്നു MP. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ E. ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് CH. കുഞ്ഞമ്പു, AKM അഷ്റഫ്, നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ സ്വാഗതവും കാസർഗോഡ് RDO ബിനു ജോസഫ് നന്ദിയും പറഞ്ഞു. ADM P. അഖിൽ, തഹസിൽദാർമാർ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. 1984 വരെ കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ജില്ല രൂപീകരിച്ചതു മുതൽ കളക്ടറേറ്റിൽ പ്രവർത്തിച്ചതുമായ കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പൊളിച്ച് അതേ സ്ഥലത്ത് പുതിയ ഓഫീസ് നിർമ്മിക്കുകയായിരുന്നു. കോർട്ട് ഹാൾ, RDO ചേംബർ, ഫ്രണ്ട് ഓഫീസ്, ഓഫീസ് സെക്ഷൻ, പൊതുജനങ്ങൾക്കുള്ള ശുചിമുറി, ജീവനക്കാർക്കുള്ള ശുചിമുറി, റെക്കോർഡ് റൂം, ഡൈനിങ് ഹാൾ, RDO ക്യാമ്പ് ഓഫീസ് എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ RDO ഓഫീസ് കെട്ടിടം. കണ്ണൂർ ജില്ലയിലെ മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ത്രി K. രാജൻ നാടിന് സമർപ്പിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ഇതുവരെ 628 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആയി മാറിയതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. സംസ്ഥാനത്ത് 883 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. സർക്കാർ ഓഫീസുകൾ ജനപ്രിയവും ജനസൗഹൃദവുമായി മാറിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപന ഓഫീസുകൾ വഴിയുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി K സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തി. സമാനമായ രീതിയിൽ റവന്യൂ സേവനങ്ങൾ പ്രവാസികൾക്ക് പോലും ഓൺലൈനായി ചെയ്യാൻ സാധിക്കും വിധത്തിൽ റവന്യൂ വകുപ്പ് അതിവേഗം ഡിജിറ്റലാക്കുകയാണ്. സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഡിജി ലോക്കറിൽ ആക്കിയ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഏർപ്പെടുത്തുന്നതോടെ വിപ്ലവകരമായ മാറ്റമായിരിക്കും റവന്യൂ നടപടികളിൽ ഉണ്ടാവുക എന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ മുടക്കിയാണ് മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ചത്. KK ശൈലജ ടീച്ചർ MLA ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി ചെയർപേഴ്സൺമാരായ UP ശോഭ, VK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ഷീല, ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ O. ഗംഗാധരൻ മാസ്റ്റർ, PV സുരേന്ദ്രൻ, വാർഡ് മെമ്പർ രമ്യ രജീഷ്, പൊതുപ്രവർത്തകരായ T. പവിത്രൻ, C. വിജയൻ, PP പുരുഷോത്തമൻ, മോഹനൻ മാനന്തേരി, KK റഫീഖ്, CK പുരുഷോത്തമൻ, N. വിജയൻ എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO 9001:2015 സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് മൂന്നാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RDO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. ഗുണമേന്മാ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം നവീകരിച്ചതോടൊപ്പം 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂം ഒരുക്കിയിട്ടുണ്ട്. സബ് കളക്ടറുടെ ചേംബർ അടക്കം ഭൗതിക സൗകര്യങ്ങളും ജീവനക്കാർക്കുള്ള ക്യാബിനുകളും പുതുക്കി സജ്ജീകരിച്ചു. പൊതുജന സൗഹാർദ്ദമായ രീതിയിൽ സിറ്റിംഗ് ഏരിയ, ഫീഡിംഗ് റൂം തുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഓൺലൈൻ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നു. സർട്ടിഫിക്കേഷന്റെ കാലാവധി 3 വർഷമാണ്. ചില കൺസൾട്ടൻസി മാർഗനിർദ്ദേശങ്ങളുടെ പിന്തുണ ISO സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിച്ചിട്ടുണ്ട്. P. ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V. മേനോൻ എന്നിവർ വിശിഷ്ട അതിഥികളായി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T. മുരളി, ഡെപ്യൂട്ടി കളക്ടർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാന റവന്യൂ വകുപ്പിന് ഈ ഓണക്കാലം ചരിത്രപരമായ പല നേട്ടങ്ങളുടെയും മികച്ച കാൽവയ്പുകളുടെയും ഓണം കൂടിയാണെന്ന് ഓണാശംസകൾ അറിയിക്കവേ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. നമസ്കാരം. എല്ലാവർക്കും സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു. നാട് മുഴുവൻ ഓണം ആഘോഷിക്കുന്ന ഈ ഘട്ടം നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഘട്ടമാണ്. മഹാബലിയുടെ വരവിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ മാത്രമല്ല, സമ്പന്നമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കൂടി വളരെ പ്രകടമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്. മലയാളി ഉള്ളിടത്തെല്ലാം ഓണവുമുണ്ട്. ഓണം കേരളത്തിനൊരു തീയതി ഉണ്ടെങ്കിൽ ലോകത്തെല്ലാം ഓണം അവരവരുടെ സമയവും സംതൃപ്തിയും എല്ലാം നോക്കിക്കൊണ്ടാണ്. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഈ ഓണം കേരളവും സമ്പന്നമായി ആഘോഷിക്കുകയാണ്. ഈ ഓണാഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ റവന്യൂ വകുപ്പിനുള്ള ഏറ്റവും വലിയ സന്തോഷം കേരളത്തിലെ 4,09,000-ലധികം പേർക്ക് ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു ഓണത്തിലേക്കാണ് സന്തോഷത്തോടെ നാം കടക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമായി 8 ലക്ഷം ഹെക്ടർ ഭൂമി
കേവലം 1.5 വർഷക്കാലം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ ഡിജിറ്റലായി കഴിഞ്ഞ ഒരു ഓണം കൂടിയാണ് ഈ ഓണം. സമ്പന്നമായിട്ടുള്ള ഈ ഓണം ഭൂമിയുടെയും അതിൻ്റെ രേഖകളുടെയും ഉടമസ്ഥരായി കേരളത്തെ മുഴുവൻ മാറ്റാൻ വലിയ പരിശ്രമം നടത്തുന്ന റവന്യൂ വകുപ്പ് വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും സ്നേഹപൂർവമായ ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ മലയാളികൾക്കും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഹൃദ്യമായ ഓണാശംസകൾ.